ആരാണ് ഗുളികൻ എന്ന് നിങ്ങൾക്കറിയാമോ? പരമശിവന്റെ ഇടത് തൃക്കാലിലെ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. തന്റെ ഭക്തനായ മാർക്കണ്ഡേയന്റെ രക്ഷാർത്ഥം മഹാദേവൻ കാലനെ തന്റെ മൂന്നാം തൃക്കണ്ണു തുറന്ന് ഭസ്മമാക്കി. കാലനില്ലാതായതോടെ എങ്ങും മരണമില്ലാതെയായി. ഒടുവിൽ ഭാരം സഹിക്കവയ്യാതെ ഭൂമിദേവി ദേവന്മാരോട് സങ്കടമറിയിച്ചു. ദേവന്മാർ മഹാദേവനോട് പരാതി പറഞ്ഞു. ദേവന്മാരുടെ സങ്കടം കേട്ടപ്പോൾ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ മഹാദേവൻ തീരുമാനിച്ചു. അദ്ദേഹം തന്റെ പെരുവിരൽ ഭൂമിയിലമർത്തി. അപ്പോൾ മഹാദേവന്റെ ഇടത് തൃക്കാൽ പൊട്ടി അതിൽ നിന്നും ഗുളികൻ അവതരിച്ചു. ത്രിശൂലവും കാലപാശവും നൽകി ഗുളികനെ കാലന്റെ പ്രവൃത്തി ചെയ്യാൻ മഹാദേവൻ നിർദ്ദേശിച്ചു. ആ കാലത്താണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ കശ്യപ മഹർഷി ഹോമം നടത്തിയത്. ഗുളികനെ ദക്ഷപുത്രിയും കശ്യപ മുനിയുടെ ഭാര്യയുമായ കദ്രുവിന്റെ ഗർഭത്തിലൂടെ നാഗരൂപത്തിൽ ഭൂമിയിലേക്ക് അയച്ചു. കദ്രുവിന് ഉണ്ടായ 1000 സർപ്പങ്ങളിൽ 7ാമനായി ഗുളികൻ ഭൂമിയിൽ ജന്മമെടുത്തു. കദ്രുവിനുണ്ടായ 1000 സർപ്പസന്തതികളിൽ നാഗരാജാവായ അനന്തനും 7ാമൻ ഗുളികനും മാത്രമാണ് മഹാവിഷ്ണുവിന്റെ കൂടെ പാലാഴിയിൽ വസിക്കുന്നത്. ബാക്കിയുള്ള 998 സർപ്പങ്ങളും നാഗഭൂഷണനായ ശിവന്റെ ആഭരണങ്ങളായി കൈലാസത്തിൽ വസിക്കുന്നു. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് ജീവനെ കൊണ്ടുപോകുന്ന ദേവനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. പുറംകാലൻ എന്നും ഗുളികന് പേരുണ്ട്. കാലൻ, അന്തകൻ, യമൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു. മലബാറിലെ തെയ്യക്കോലങ്ങളിൽ ഒരു പ്രധാന ദേവത ഗുളികനാണ്. ദേവസ്ഥാന വാസ്തുവിന്റെ സംരക്ഷകനായി ഗുളികനെ കരുതിവരുന്നു. നാഗരാജാവിന്റെ രൂപമാണ് ഗുളികന്. പാമ്പിന്റെ പത്തിയുമായി മുഖത്തിനും മുടിക്കും ബന്ധമുണ്ട്. പുള്ളുവൻ പാട്ടിൽ നാഗോൽപത്തി പാടുമ്പോൾ അഷ്ടനാഗങ്ങളുടെ പേരുകളും എല്ലാവരുടെയും ലക്ഷണവും നിറവും പാടാറുണ്ട്. അതിൽ ഗുളികന്റെ രൂപം വർണ്ണിക്കുമ്പോൾ പച്ചവർണ്ണമാണ് ഗുളികന്. മുടിയിൽ നാഗവടത്തിന്റെ രൂപവും വർണ്ണിക്കുന്നു. അതിനാൽ ജ്യോതിഷികൾ ഗുളികൻ നിൽക്കുന്ന സ്ഥാനം കണക്കാക്കി മരണം പോലും പ്രവചിക്കും. ഗുളികൻ താൻ നിൽക്കുന്ന രാശിയുടെ അധിപന്റെ ശക്തിയും കൂടെ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ശക്തിയും നശിപ്പിക്കുന്നു. കൂടാതെ ഗുളികന്റെ ദൃഷ്ടി പതിക്കുന്നിടത്ത് മരണമോ മരണത്തിന് തുല്യമായ ദോഷമോ ഫലിക്കുമെന്നാണ് വിശ്വാസം. പുറംകാലനെന്നും ഗുളികന് പേരുണ്ട്. ജാതക ദോഷ പരിഹാരം ചെയ്യുമ്പോൾ അഷ്ടനാഗങ്ങൾക്ക് പ്രത്യേകിച്ച് പൂജ ചെയ്യുന്നത് ജാതകത്തിലെ ഗുളികന്റെ ദോഷം മാറുവാൻ വേണ്ടിയാണ്. ക്ഷിപ്രപ്രസാദിയാണ് നാഗരാജാവായ ഗുളികൻ. 8 നാഗരാജാക്കന്മാരെ ഒന്നിച്ചു വിളിച്ച് 100 പാലും നൽകിയാണ് ഗുളികനെ പ്രീതിപ്പെടുത്തുന്നത്. ഗുളികൻ നിൽക്കുന്നിടവും ദൃഷ്ടി പതിക്കുന്നിടവും നശിക്കും എന്നാണ് വിശ്വാസം.